കൺകെട്ടും കൈയടക്കും എന്ന് പറഞ്ഞ എംഫോടെക്കിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഞാൻ നിങ്ങൾക്ക് ഇന്നൊരു മാജിക് പഠിപ്പിച്ചു തരാം. അധികം കമ്പോണൻസ് ഒന്നും ഇത് വേണ്ട. ആകെ 3 കമ്പോണൻസ് ഇതിന് ആവശ്യമുള്ളൂ. ഒരു കോയിൻ, പിന്നെ ഒരു ഗ്ലാസ്, ദെൻ ഒരു ന്യൂസ് പേപ്പർ ഷീറ്റ്. ഫസ്റ്റ് ഞാൻ ഈ കോയിൻ എടുത്ത് ഈ ടേബിളിന്റെ മുകളിൽ വെച്ചു. ദെൻ ഈ ഗ്ലാസ്, പ്യൂർ ഗ്ലാസ് ആണ്, ഡൗട്ടൊന്നും വേണ്ട. ഈ ഗ്ലാസ് എടുത്ത് അതിന്റെ മുകളിൽ പ്ലേസ് ചെയ്തു. ദെൻ ഒരു ന്യൂസ് പേപ്പർ ഷീറ്റ്, മായമില്ല മന്ത്രമില്ല, അതെടുത്ത് ഇതിന്റെ മുകളിൽ കവർ ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം ഈ കോയിൻ ഇതിന്റെ അകത്തുണ്ട് എന്നാണ് എല്ലാവരുടെയും വിശ്വാസം. പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് വരാം, ഞാൻ ഈ ടൈമിൽ കോയിൻ മാറ്റി വന്നു അല്ലേ? And also my first video. So guys, please subscribe to my channel and bell icon അമർത്തുവാണെങ്കിൽ എൻ്റെ പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാൻ പറ്റും. സോ ഗൈസ് പ്ലീസ് ഹെൽപ്പ് മീ ഔട്ട്. ഓക്കെ, സോ ഗൈസ് ഞാൻ ഇന്നിവിടെ ജിയോയുടെ ട്രിപ്പിൾ ക്യാഷ് ബാക്ക് ഓഫറിനെ പറ്റിയാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാൻ പോകുന്നത്. കാരണം അത് പുതിയൊരു ലേറ്റസ്റ്റ് ഓഫറാണ് ജിയോയുടെ. ജിയോ അവരുടെ വെബ്സൈറ്റിൽ എന്തുകൊണ്ട് പോസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. സോ വെയിറ്റ്. Prime members get a triple cash back up to ₹2599 for every recharge of $399 and above. എന്ന് വെച്ചാൽ നമ്മൾ ജിയോ ഉണ്ടെങ്കിൽ അത് $399 അല്ലെങ്കിൽ അതിന് മുകളിലോ റീചാർജ് ചെയ്യുവാണെങ്കിൽ $2599 നമുക്ക് ഇങ്ങോട്ട് കിട്ടുമെന്നാണ് ജിയോ നമുക്ക് വാഗ്ദാനം നൽകുന്നത്. പക്ഷെ നമുക്ക് അറിയണ്ടേ അത് ശരിയാണോ അല്ലേന്ന്. അത് മാത്രമല്ല കാണണമെന്നും ശരിയാണോന്നും ഇല്ലല്ലോ. സോ ഗൈസ്, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഇന്നിവിടെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, അപ്പോൾ ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അതായത് എൻ്റെ സെൻസിറ്റീവ് സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാൻ, അതേപോലെ തന്നെ എൻ്റെ 4 ഫിംഗർ ക്ലോസ് ലേ ഔട്ട്, അതേപോലെ തന്നെ ഈ ഒരു റീക്കോൽ കുറക്കാനുള്ള ഒരു ഹാൻഡ് ക്യാം ട്യൂട്ടോറിയലൊക്കെ കാണിച്ചു തരാൻ വേണ്ടി ഒത്തിരി പേര് റിക്വസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബേസാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരുന്നുണ്ട്. അതായത് ഈ ഒരു ഗൈറോസ്കോപ്പ്, AD സെൻസിറ്റിവിറ്റി, നമ്മുടെ ക്യാമറ സെൻസിറ്റിവിറ്റി, അപ്പോൾ ഇത് 3 കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് റീകോൽ കുറക്കുന്നത്. അപ്പോൾ എല്ലാം നമുക്ക് ഗൈറോസ്കോപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഉപയോഗം എന്താണ്, അത് മാത്രം യൂസ് ചെയ്യുന്നത് എങ്ങനെ റീകോൽ കുറക്കുക എന്നുള്ളതിൻ്റെ ഒക്കെ നമുക്ക് ട്യൂട്ടോറിയൽ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് 4 ഫിംഗർ ഇല്ലാത്തവർക്ക്, ഇപ്പോൾ 3 ഫിംഗർ 2 ഫിംഗർ ഉള്ളവർക്ക് ഗൈറോസ്കോപ്പിന്റെ സഹായത്തോട് കൂടിയിട്ട് മാക്സിമം നല്ല രീതിയിൽ റീകോൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ മുഴുവൻ കണ്ട് മനസ്സിലാക്കുക. കുറച്ച് ടൈമുള്ള വീഡിയോ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഞാനിപ്പോൾ M4 6X വെച്ചാണ് ഇപ്പോൾ ഇത് നോക്കുന്നത്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ട്യൂട്ടോറിയൽ ആണ്, അപ്പോൾ അധികം ഞാനത് സംസാരിച്ചതാക്കുന്നില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾ കാണാം. ഇടയ്ക്ക് ഞാൻ അതേപോലെ ഈ ഒരു ഇതിന് ശേഷം വെൽക്കം ടു മൈ ഷോ. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്ന എല്ലാവർക്കും സുപരിചിതനായ ഒരു വ്യക്തിയാണ്. എല്ലാവർക്കും അറിയാവുന്ന ആളാണ്, പിന്നെ എന്തിനാണോ പോയി പരിചയപ്പെടുത്തുന്നത്? ചേട്ടാ പ്ലീസ്, മിസ്റ്റർ കൊറോണ. നമസ്കാരം സാറേ. ഒരു മിനിറ്റ്. ഇതെന്താണ്? ഇത് സാനിറ്റൈസർ, ഇത് ഹെൽത്തിൽ നിന്ന് കിട്ടുന്ന ഗുളികയെ. രാവിലെ ഇതോരാൻ അടിച്ചില്ലെങ്കിലേ കൈക്ക് ഭയങ്കര വിറയല. താങ്കൾക്ക് എങ്ങനെയാണ് ഈ കൊറോണ എന്നുള്ള പേര് കിട്ടിയത്? അത് പിന്നെ നോമിന്റെ ശരിക്കുള്ള പേര് കോഴിപ്പറമ്പിൽ രോഹിതൻ മകൻ നാരായണൻ എന്നായിരുന്നു. ഒരു പ്രൊഫഷണൽ വൈറസ് ഒക്കെ ആയപ്പോ നോം തന്നെയാണ് ചുരുക്കി കൊറോണ എന്നാക്കിയത്. എന്താണ് താങ്കൾക്ക് നമ്മുടെ ജനങ്ങളോട് പറയാനുള്ളത്? പണ്ടത്തെ പോലെ സപ്പോർട്ടൊന്നും ഇപ്പൊ കാണുന്നില്ല. അപ്പൊ നിങ്ങളുടെ വിലയേറിയ ആർത്തി ആക്രമണം കുറേശ്ശെ ഒന്ന് കൂട്ടി എന്നെ പഴയതിന് നല്ലൊരു വൈറസാക്കി മാറ്റണേന്ന് താഴ്മയാ അപേക്ഷിക്കുന്നു. എന്ന് നിങ്ങളുടെ സ്വന്തം കൊറോണ. എടാ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ കേൾക്കുന്നുണ്ടാ? ഏച്ചിമാരെല്ലാം കല്യാണം കഴിഞ്ഞ് പോയില്ലേ? ഈ വീട്ടിൽ ആരുമില്ലല്ലോ, ഞാൻ ഒറ്റക്കല്ലേ ഉള്ളൂ. അനക്ക് ഈ അലക്കാനും മുക്കാനും വെക്കാനും വാങ്ങാനോ അടിച്ചു വാരാനോ എല്ലാ പണിയൊന്നും അനക്കൊണ്ട് എടുക്കാനാകുന്നില്ല മോനെ. അനക്കും കുറച്ച് വയസ്സായില്ലേ? പോരാതെ എനക്കൊരു വയസ്സായ അമ്മി ഓർക്കും സമയത്തിനെല്ലാം ആക്കി കൊടുക്കണം.
നീ പോയിട്ട് എഴുന്നെങ്കിൽ ഒരു കുട്ടീനെ കൂട്ടിക്കൊണ്ടാ. ഞാൻ പറയാനില്ലതെല്ലാം പറഞ്ഞു. ഇനി നീയാണ് ബാക്കി കാര്യമെല്ലാം തീരുമാനിക്കേണ്ടത്. ആ, നീ ആ ബ്രോക്കർ കൃഷ്ണനെ വിളി. ആടാ പുതിയ ഫോൺ ഒക്ടോബർ 14 എക്സ്ക്യൂസ് മീ. യെസ് സാറേ. അല്ല, ഈ ഇന്ത്യൻ മാർക്കറ്റിലോട്ടുള്ള വഴി. ഇന്ത്യൻ മാർക്കറ്റ് ഇതൊക്കെ തന്നെയാണ് ഇന്ത്യൻ മാർക്കറ്റ്. ഇവരൊക്കെ തന്നെ മനസ്സിലായില്ല. ഇവിടെ ഒന്നും പണ്ട് കണ്ടിട്ടില്ല. ഞാൻ പഴയ ഗൂഗിൾ പിക്സൽ ആളിയ. എടാ എത്ര കാലം ഇവിടെ നിന്നെ കണ്ടിട്ട്. എടാ നിനക്ക് മനസ്സിലായില്ല? എവിടെയായിരുന്നു മാൻ? ഒരുപാട് അലഞ്ഞു. അമേരിക്ക, യൂറോപ്പ്, അങ്ങനെയൊക്കെ. ഇന്ത്യയിൽ പച്ച പിടിക്കാൻ പറ്റുന്നത്. പുതിയൊരു ഫോണുമായിട്ടാണ് വരുന്നത്. പിക്സൽ 4a. എത്ര എക്സ്പെക്റ്റഡ് പ്രൈസ്? ഒരു 35,000-30,000 ഒക്കെ ആയിരിക്കും. 5G ഉണ്ടോ? 5G ഇല്ല ഇവിടെ. ഇപ്പം ചെറിയ ഫോണിന് വരെ 5G ഉണ്ട്. In front of me, the XPS 13. It's running Intel 8 Gen i5 processor, and the first impression is the screen. It's have a 13-inch QHD panel covered with the aluminum chassis. The Infinity display maximizes the screen size, and the display contains 5.7 million pixels with the 276 ppi. 400 nit brightness for a brighter than a typical laptop panel, so you get a great view even the outside. In the case of display, you have two choices: Full HD panel or a QHD panel. It's have a great ports. First of all, the AC adapter. It have a fast charging option. You can charge it around 1 hour. Then the USB Type-C. It support Thunderbolt 3 and it's have 2 lines of PC Express Gen 3. You can transfer data around 40 GB per second. The USB 3.0, you can plug it any USB on it. And the headphone jack. നീ ഒന്ന് വേഗം വരുമോ? ആന്ന് എടി, പുള്ളി ഇവിടെ ഉണ്ട്. എടി സത്യാണ്. നീ ഇങ്ങനെ DQന്റെ കട്ട ഫാനാന്ന് പറഞ്ഞ് നടന്നാട്ടാ. ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ട്. എടി ആന്ന്, നീ വേഗം ഇങ്ങോട്ട് വാ. വണ്ടി എടുത്തിട്ട് വേഗം വാ. ഞാനിവിടെ ഇപ്പുണ്ട്. ഞാനിവിടെ നിൽപ്പുണ്ട്. നീ വേഗം വാ. വേഗം വാ. ഓക്കെ. എൻ്റെ പൊന്നു ദേവേ, എന്തൊരു മണ്ടിയാണ്. ഇങ്ങനെ ഓരോ മണ്ടി കൂട്ടുകാരികളൊക്കെ ഉണ്ടെങ്കിൽ ചിരിച്ചും മരിക്കും. ഇനിയിപ്പോൾ ആരെയൊന്ന് ഫൂളാക്കുക? മനുവിനെ ഫൂളാക്കാം. മനു അല്ല, അവനിപ്പോൾ എന്ത് പറഞ്ഞാൽ ഫൂളാക്കുക? വേവിച്ചാനെ പിടിക്കാം. ഓക്കെയാണ്. മനു ഇങ്ങോട്ട് വാടാ മോനെ. ശരാമിനിച്ചേക്കണേ. മനുവേ, സുമേഷ ഉണ്ടാ? എടാ, നമ്മുടെ ബേബിച്ചാൻ എന്തോ ആക്സിഡൻ്റ് ആയെന്ന് പറയുന്നു. കടവന്തരയിൽ വെച്ചിട്ട് ഭയങ്കര സീരിയസ് ആണെന്ന് കേൾക്കണേ. നീ എവിടെയാണ്? നമുക്ക് വേഗം പോകണം. ക്രാഫ്റ്റ്സ് മീഡിയയിലേക്ക് സ്വാഗതം. നമുക്കൊരു റബ്ബർ സ്റ്റാമ്പ് ഉണ്ടാക്കിയാലോ? ഇതിന് നമുക്ക് ആവശ്യമായി വേണ്ടത് ഒരു സാധാരണ പെൻസിൽ കൊണ്ട് എഴുതിയാൽ മായ്ക്കാനാവുന്ന റബ്ബറാണ്. റബ്ബറിൽ ലയിക്കുന്ന പെന്നുകൊണ്ട് എഴുതുക. എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എല്ല് തല കീഴായി വേണം എഴുതാൻ. ഇത് തന്നെ നിങ്ങൾ പരീക്ഷിച്ച് നോക്കണമെന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുള്ള എന്തും പരീക്ഷിച്ച് നോക്കാം. ശേഷം കത്തി ഉപയോഗിച്ച് പതുക്കെ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്യുമ്പോൾ പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണേ. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടിക് ടാക് ബോട്ടിലാണ്. ടിക് ടാക് ബോട്ടിൽ. അപ്പോൾ ഇന്ന് ശനിയാഴ്ച ഏകദേശം 3 മണിയാകുന്നു. ചൂണ്ടയിടാൻ പോയാൽ കൊള്ളാമെന്നുണ്ട്. സ്നേക്ക് ഫിഷിങ്. അപ്പോൾ ഇത്രയും മതി അല്ലേ?
ഞങ്ങൾ സാധാരണ ബ്ലാക്ക് ഉപയോഗിക്കുന്നത്. കാരണം ബ്ലാക്ക് അത്യാവശ്യം നല്ല റിസൾട്ടുണ്ട്. ചെറുമീനാണെങ്കിലും വാകയാണെങ്കിലും കണ്ടത്തിലൊക്കെ പോകുമ്പോഴേക്കും അത്യാവശ്യം നല്ല റിസൾട്ടുണ്ട്.